ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം ഹേമ കമ്മിറ്റി ഒരു കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത്. അവർ കണ്ടെത്തിയ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കേണ്ടത്. ആ ഭാഗം നടപ്പാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം അതാണ്. ആ റിപ്പോർട്ട് പുറത്തു വിടണം, ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അറിയണമെന്നുള്ളത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഈ കേസ് ചെല്ലുന്നത്. വിവരാവകാശ കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം വ്യക്തികളുടെ അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാം. അതിന് ഏത് ഗവൺമെന്റ് എതിർത്തു? ആരും എതിർത്തിട്ടില്ല. അത് പുറത്ത് വിടുന്നതിനെ പൂർണ്ണമായി ഗവൺമെന്റ് യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത്. ഹൈക്കോടതി എന്താ പറഞ്ഞത്? അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. അതായത് ഒരാഴ്ചക്കകം ഈ പറയുന്ന റിപ്പോർട്ട് അതിന്റെ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം പുറത്തുവിടാം. പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെന്റിനകത്ത് യാതൊരു റോളുമില്ല. അപ്പോൾ SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോൾ അവരത് പുറത്തുവിടും. അവർ വിടണം. കാരണം അതിന്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ വിടേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. സ്വാഭാവിക ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിപരെ കഴിയുമോ? ഗവൺമെന്റിന് കഴിയുമോ? അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വിപ്ലവം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ കാര്യം ചെയ്യുന്നത്. അവരാ പറയേണ്ടത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് യാതൊരു റോളുമില്ല, വകുപ്പിന് യാതൊരു റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു. നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്, ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇടക്കാല ഉത്തരവൊന്നും ഹൈക്കോടതി വന്നിട്ടില്ല. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല ഉത്തരവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തുവിടുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഒരു തടസ്സവുമില്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? അതിന്റെ അത് കോടതി പറയുന്ന സമയം എന്നാണോ എനിക്കറിയില്ല. കോടതി പറഞ്ഞ ഒരാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ? ആ സമയത്തിന് മുമ്പ് അത് പുറത്തുവിടണമെന്നുള്ള സ്റ്റാൻഡാണല്ലോ ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അത് പുറത്തുവിടേണ്ട SPIO അത് പുറത്തുവിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിന് സമാധാനം ഞങ്ങളോടല്ലല്ലോ അവർ പറയേണ്ടത്, അതിന് സമാധാനം ഹൈക്കോടതിയിലല്ലേ അവർ പറയേണ്ടത്. സ്വാഭാവികമായിട്ട് ആ നടപടിക്രമങ്ങൾ അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അവർ ചെയ്യും. പിന്നെ ഒരു കോടതി വിധി വരുമ്പോൾ അതിന്റെ നിയമവശങ്ങളും കോടതിയുടെ നിയമപരമായ വിധിയെല്ലാം പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം, അതിന് പാളിച്ചയില്ല ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥനുണ്ട്. അവരത് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യും. അപ്പൊ ആ സമയം എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാ അതിന്റെ ലാസ്റ്റ് സമയം? ഇന്ന് പുറത്തുവിടുന്ന കോടതി പറഞ്ഞിട്ടില്ല. ഇന്ന് കത്ത് കാണിക്കും. ഏത് സാംസ്കാരിക വകുപ്പ്? അല്ല, അത് അവരുടെ സാംസ്കാരിക വകുപ്പല്ല. എന്റെ പ്രിയ സുഹൃത്ത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ. നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പറയരുത്. സാംസ്കാരിക വകുപ്പ് അങ്ങനെ ഒരു കത്തയച്ചോ? കാണിക്കും. അതെ, അതാണ് SPIO, സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ. ഇന്ന് 11 മണിക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അറിയിച്ചു കാണാം. എനിക്കറിയില്ല. അത് അവര് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവര് പറയേണ്ടത്, അയച്ചവരും പറയേണ്ട കാര്യമാണ്. കിട്ടിയില്ലെങ്കിൽ അതിന്റെ തുടർ നടപടി നിയമപരമായിട്ട് നീങ്ങാൻ പറ്റൂ. സാംസ്കാരിക വകുപ്പ് അയച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് പാടില്ല. അതൊന്നും ഇതിനകത്ത് പാടില്ല. ഈ കേരളത്തിൽ എല്ലാവരും നിയമിക്കുന്നത് PSC ആണ്. സർക്കാരിന്റെ പോസ്റ്റ് സർക്കാർ നിയമിക്കുന്ന പോസ്റ്റുണ്ട്. സർക്കാർ നിയമിക്കുന്നതെല്ലാം PSC വരെ വരുന്ന ആളുകളെ നിയമിക്കും. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റും. നിയമപരമായ കാര്യം പറ. സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ, ഹൈക്കോടതി. മന്ത്രിയല്ല ഓതറൈസ് ചെയ്തത്, മന്ത്രിയുടെ വകുപ്പിനെയല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയല്ല. വിവരാവകാശ കമ്മീഷനും അതായത് ഈ നിയമപരമായ രണ്ട് ഭാഗങ്ങളും ഹൈക്കോടതിയും ഓതറൈസ് ചെയ്തിരിക്കുന്നത് SPIOയാണ്. ആ SPIO ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യും. ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാം. അത് അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്. കാരണം ഞങ്ങളുടെ മുമ്പിൽ അത് വിഷയമില്ലല്ലോ. ആയിക്കോട്ടെ, നല്ല കാര്യം.
അങ്ങനെ സാംസ്കാരിക വകുപ്പ് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിനെ എന്തിനാണെന്ന് ഈ പിന്നെ വേറെ കാര്യങ്ങൾ കൊണ്ടിരുന്നത്? ഇൻഫർമേഷൻ ഓഫീസർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തെന്നുള്ളത് നിങ്ങൾ തെളിവ് കാണിച്ചാൽ മതി. പ്രശ്നം തിരുത്തില്ലേ? വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പായിട്ട് എന്തായാലും ബന്ധം? വിവരാവകാശ കമ്മീഷന് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ചോദിക്കുന്ന നിയമപരമല്ല. കാരണം വിവരാവകാശ കമ്മീഷൻ കൊടുത്ത വിധി അത് ഹൈക്കോടതി ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കണം. അതിന് ഓതറൈസ് ചെയ്തിട്ടുള്ളത് SPIO ആണ്. ഇത് പിന്നെ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നടപ്പാക്കാൻ ഞങ്ങളുടെ വകുപ്പിനോട് പറഞ്ഞിട്ടില്ല, ഗവൺമെന്റിനോട് പറഞ്ഞിട്ടില്ല. ഏതോ ആയിക്കോട്ടെ, അദ്ദേഹത്തിനാണ് ചുമതല. അല്ലെങ്കിൽ കോടതി നിങ്ങൾ മനസ്സിലായി? ഞാൻ പറയാം, മനസ്സിലായി. ഞാൻ പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ സമയം എപ്പോഴാണ് പറ, അതായോ? ആ ആകാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്ര വെപ്രാളം പിടിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇന്ന് പുറത്തു വിടുന്നത് ഞങ്ങളാരും പറഞ്ഞില്ല. ഹൈക്കോടതി ഗവൺമെന്റിനോട് പറഞ്ഞോ, വകുപ്പിനോട് പറഞ്ഞോ, വിവരാവകാശ കമ്മീഷൻ ഞങ്ങളോട് പറഞ്ഞോ നിങ്ങളിത് പുറത്തു വിടണം? വിവരാവകാശ കമ്മീഷൻ പറഞ്ഞേക്കുന്ന ആരോടാണ്? അവർ ഓതറൈസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന SPIO ആണ്. അവർ പുറത്തുവിടേണ്ട സമയമാവുമ്പോൾ അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് പുറത്തു വിടണമെന്നുള്ള സ്റ്റാൻഡാണ് സർക്കാരിന് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ പുറത്തുവിടുന്നില്ലെങ്കിൽ ഇപ്പോ വിധി പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി ആർക്ക് സമീപിക്കാം? ഇതാണ് ക്ലിയർ സ്റ്റാൻഡ്. നിയമസഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത് ഇനി ചെയ്യാതെ 4 വർഷമായിട്ട് റിപ്പോർട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നത്. കാരണം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തു വിടുന്നൊരു കുഴപ്പമില്ല. പിന്നെ എന്താണ് പുറത്ത്? ഞങ്ങളല്ല പുറത്തു വിടേണ്ടെന്നത്. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ. ഞങ്ങളല്ല പുറത്തു വിടേണ്ടത്. ഞങ്ങളുടെ ഇത് കേക്ക് പറയട്ടെ. ഒരു സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, പരിശോധിക്കാൻ, പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു. അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പുറത്തു വിടേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്തം ആരും ഏൽപ്പിച്ചിട്ടില്ല. അതിനകത്തെ നിരീക്ഷണങ്ങൾ, നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ ഒരു വകുപ്പ് മന്ത്രി എന്നല്ല ആ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ വകുപ്പിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതിപ്പോ കോൺക്ലേവ് ഉൾപ്പെടെ നടത്താൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു കേസിന്മേൽ വിവരാവകാശ കമ്മീഷനും അതിനുശേഷം ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തുവിടണം, വ്യക്തികളെ ബാധിക്കാത്ത ഭാഗമല്ല പുറത്തുവിടണം. ആയിക്കോട്ടെ, പുറത്തുവിടണം എന്ന ഹൈക്കോടതിയുടെ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് പുറത്തുവിടാനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ളത് SPIO ആണ്. ആ SPIO ആ കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ പുറത്തുവിടാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പുറത്തുവിടാത്ത പക്ഷം കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യപ്പെടാം. ഗവൺമെന്റിന്റെ നിലപാട് വളരെ ക്ലിയർ കട്ടാണ്.